ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ പെരുന്നാൾ യാത്രേൻ്റെ രണ്ടാമത്തെ ഭാഗം കേട്ടോ. പെരുന്നാൾക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കടലുണ്ടി ടു ചാലിയം ടു ബേപ്പൂര് ടു കോഴിക്കോട്, അങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു ദിവസം തന്നെ ഞങ്ങൾ കറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ചാലിയത്താണ് കേട്ടോ നിൽക്കുന്നത്. ചാലിയത്ത് ഞങ്ങൾ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ജങ്കാറിൽ കയറിയിട്ട് ബേപ്പൂരിലേക്ക് കിടക്കണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിന് മിസ്സായി പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. കാരണം ജങ്കാറ് ഫസ്റ്റ് വന്നതും അവിടെ നിന്ന് എടുത്ത് പോണതും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പിന്നെ ഫോൺ ഹാങ്ങായ കാരണം എന്താണെന്ന് അറിയില്ല, ഇതിൽ നിന്ന് കൂട്ടത്തിൽ ഡിലീറ്റായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജങ്കാർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്ത ട്രിപ്പിലാട്ടോ നമ്മൾ പോകണത്. കാരണം ഒരു ട്രിപ്പ് നിറഞ്ഞ് ആദ്യം പോയി, അതിന് ശേഷം രണ്ടാമത് വരുന്ന ട്രിപ്പിലാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ന്യൂൻ്റെ ഒരു ചെറിയൊരു കിടക്കാച്ചി ഒരു വോയിസ് ഉണ്ട്. ന്യൂ ഇതിൽ പറയുന്നുണ്ട് സംസാരിക്കേണ്ട ഒരുപാട് സംസാരമുണ്ട്. പക്ഷേ ഞാനതൊക്കെ ഹൈഡായി. കാരണം അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ കലവിലെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തീരെ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളവിടുന്ന് വീഡിയോസ് മാത്രമേ നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അവിടെ ഭയങ്കര തിരക്കല്ലേ, പെരുന്നാളായ സമയം കൂടി ആയതുകൊണ്ട് നന്നായിട്ട് തിരക്കുണ്ട്. അപ്പോൾ ജങ്കാറ് വന്നു കരക്ക് അണിഞ്ഞു കേട്ടോ. അതിലുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങിയതിൻ്റെ ശേഷമാണ് നമ്മൾ ആദ്യം ആളുകളൊക്കെ കയറുക. അതിന് ശേഷം വേണം വാഹനങ്ങൾ കയറ്റാനായിട്ട്. പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് ആദ്യം കയറുക ചെയ്തത്. ഞങ്ങളെ വാപ്പ കയറ്റുക ചെയ്തിട്ടോ, അങ്ങനെ ചെയ്തത്. ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നിട്ടില്ല, എല്ലാവരും വണ്ടിയിൽ കയറി ഇരുന്നിട്ട് അവനാൻ്റെ വണ്ടിയിൽ അവനാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ, റോഡിലൂടെ തന്നെ പോയാൽ പോരോ, വണ്ടിയിലിരുന്ന് കണ്ട് കാണാൻ. പക്ഷെ ഞങ്ങൾ ഒരുപാട് ആൾക്കാർ വണ്ടിയിൽ വന്നിട്ട് ഒറ്റയ്ക്ക് കയറിയവരൊക്കെ ഉണ്ട് കേട്ടോ. ഭർത്താക്കന്മാർ കയറാതെ കുട്ടികളും പെണ്ണുങ്ങളും അങ്ങനെ കയറിയവരും അങ്ങനെ ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മളെ മാതിരി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവർമാരും അതിൽ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് പുറത്തിറങ്ങി അങ്ങനെ ആസ്വദിക്കാൻ ആഗ്രഹിച്ച് വന്നവരുണ്ട്. ചിലവർ കൊടുന്നാൽ വെക്കാൻ വരണ്ടേ എന്നുള്ള രീതിയിൽ വന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ജങ്കാറിൽ കയറി ഇക്കരെ കടന്നു. ഇതൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ നമ്മൾ ബോട്ട് സർവീസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്പീഡ് ബോട്ടും ഉണ്ട്, നല്ല സ്പീഡായിട്ട് ഫാസ്റ്റായിട്ട് പോകുന്ന ബോട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ മാതിരി സ്പീഡില്ലാതെ പോകണം. അതിൽ ഒരുപാട് ചെറിയ കുട്ടികളും കാര്യങ്ങളും അങ്ങനെ പോകണം. അതിൽ സേഫ്റ്റിക്ക് ജാക്കറ്റ് ഇട്ടവരും ജാക്കറ്റ് ഇടാത്തവരും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നോട് ഇവർ ചോദിച്ചു കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ പോകണോ, ആഗ്രഹം ഉണ്ടോയെന്ന്. പക്ഷെ എനിക്കില്ലായിരുന്നു. കാരണം നമ്മൾ പരപ്പനങ്ങാടിൽ കുറച്ച് ആയിട്ടുള്ളൂ, നമ്മൾ ഇത്രയും വലിയൊരു മരണത്തിലേക്ക് ഇട്ടിട്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അതെൻ്റെ മൈൻഡിൽ നിന്ന് മാഞ്ഞു പോകാത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ജങ്കാറിൽ കയറണത് പേടിയില്ലേന്ന്. അതെന്താണെന്നറിയില്ല, അത് അത്രയും മെല്ലല്ലേ പോകുന്നത്, അതുകൊണ്ട് അത്ര പേടി തോന്നിയില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് എന്താണെന്നറിയില്ല, മനസ്സിക്ക് ഒരു ചെറിയൊരു എന്താണെന്നറിയില്ല, ഒരു പേടി ഇങ്ങനെ തോന്നി. നമ്മൾ ന്യൂന് ഭയങ്കരമായിട്ട് യാത്രയോട് നല്ല ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ചായ എന്നിട്ട് പറയുക, കടലിനും വെള്ളത്തിനും ഒക്കെ അവൾ ചായ എന്നാണ് പറയുക. അപ്പോൾ അവൾക്ക് ചായ കാണണം. പോരാത്തതിന് അവൾക്ക് ടോയ്സുകളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ പോണ വഴിയിലൊക്കെ ഒരുപാട് ടോയ്സുകൾ വിൽക്കുന്ന ആളുകളെ കണ്ടു. ഓരോ ബീച്ചുകൾ നമ്മൾ കണ്ടിട്ടില്ലേ, അങ്ങനെ വഴിയിലൊക്കെ നമ്മൾ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ. പക്ഷെ അതൊന്നും അല്ലെങ്കിൽ മിഠായികൾ കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവൾക്ക് അതൊന്നും ആവശ്യമില്ല കേട്ടോ. അവൾക്ക് വെറും ഇങ്ങനെ പോവുക, കാണുക, അങ്ങനത്തെ ഒക്കെ ഒരു പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്നതാണ്. എൻ്റെ നെസും അങ്ങനെ തന്നെയാണ്, ന്യൂനും അങ്ങനെ തന്നെ. റഹിയാൻ്റെത് എനിക്ക് അത്ര തന്നെ അങ്ങോട്ട് വലിയൊരിത് കിട്ടിയിട്ടില്ല. കാരണം അവനങ്ങനെ കൂടുതൽ സംസാരിക്കണില്ല, അവൻ സ്വന്തമായിട്ട് തന്നെ അവൻ്റെ കാര്യങ്ങളങ്ങനെ കാട്ടിക്കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഇവരൊക്കെ ഓരോന്ന് നമ്മളോട് തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഇവിടെ നല്ല ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ നാക്കിയതിന് ശേഷം വന്നിട്ടില്ല കേട്ടോ. ഇത് ബേപ്പൂരാണ്. പക്ഷെ ഞാൻ ഇത്രയും നിലക്ക് അത്രയും വീതി കൂട്ടി, അതേപോലെ തന്നെ ഇങ്ങനത്തെ ബൾബുകളൊന്നും വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ടില്ല. ഞാൻ അതിൻ്റെ മുന്നേ വന്നിട്ടില്ല. പക്ഷേ ഇതൊരു ലൈറ്റ് ഇട്ട് കാണാൻ പറ്റിയില്ല. അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് കാണണം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ കോഴിക്കോട്ടും കൂടിയും പോകാനുള്ള പ്ലാനിങ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോരുകയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ആ എൻഡിങ് വരെ പോയിട്ടില്ല. അപ്പോൾ എനിക്കൊന്നും വല്ലാത്തൊരാഗ്രഹം, ഞാൻ പറഞ്ഞു നമുക്ക് എൻഡിങ് വരെ ഒന്ന് പോകാമായിരുന്നെന്ന്. പക്ഷെ നമ്മളെ കൂടെ ഉള്ളവർ പോരാതെ നമുക്ക് പോകുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും കേട്ടോ മനസ്സിൽ. എന്നാലും നമ്മൾ അവിടെ എത്തിച്ച് തന്നല്ലോ, അതന്നെ വളരെ സന്തോഷം. പിന്നെ ഞാനും നെസും കുട്ടിയും റയ്യും കൂടിയിട്ട് പോയിട്ടുള്ളൂ. എൻ്റെ ഇക്ക പോന്നിട്ടില്ല അങ്ങോട്ട്, അവിടെ വരെ നടക്കാനുള്ളവരും. പിന്നെ മഴക്കാർ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ മഴേൻ്റെ
എന്താണ് കാർ ഇങ്ങനെ വന്ന് നല്ല കാറ്റടിച്ചിട്ട് മണലൊക്കെ കണ്ണിൽ കാവുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എന്താണ് ബീച്ചിലേക്ക് പോകുമ്പോൾ കണ്ണട കൊണ്ടുപോകണമെന്നൊന്നും അറിയില്ലായിരുന്നു. അവിടെ വന്നപ്പോൾ പക്ഷേ ഇവിടെ ഉണ്ടല്ലോ നമ്മളെ നാട്ടുകാരെക്കാളും പുറത്തുനിന്ന് വന്ന ആളുകളാണ്. മലയാളം സംസാരിക്കുന്നവരെല്ലാം ഇവിടെ കൂടുതലുള്ളവർ. പിന്നെ പലതരം വേഷമുള്ള ആളുകളുണ്ട്. പിന്നെ ക്യാമറയിൽ പെടരുതേ എന്ന് ചിന്തിക്കുകയായിരുന്നു. കാരണം അങ്ങനത്തെ വേഷങ്ങൾ എന്തോ ചമ്മൽ തോന്നുന്ന രൂപത്തിൽ നമ്മളിവിടെ ഇല്ലാത്ത ഒരു കേരളീയ വേഷം അല്ലാത്ത വേഷങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെയല്ലേ. അങ്ങനത്തെ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എവിടെ നിന്നൊക്കെ വന്നവരാണ്. അവരുടെ നാട്ടിലത്തെ വേഷത്തോളം നമ്മളിവിടെ നടക്കാമെന്നുള്ളൂ. പിന്നെ സംസാരത്തിലൊന്നും മനസ്സിലാവുന്നുണ്ട് നമ്മളെ നാട്ടുകാരല്ലാന്ന്. ഡ്രസ്സിങ്ങുമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമ്മളെ നാട്ടുകാരല്ലാന്ന്. അങ്ങനെ അതൊക്കെ സ്പീഡ് ബോട്ടാണ് പോണത്. അതിൽ നിന്നൊക്കെ നല്ല കൂവി വിളിക്കുന്നുണ്ട് ആളുകൾ, നല്ല പേടിച്ചിട്ട്. നല്ല പേടിയുണ്ട് ആൾക്കാർ. പക്ഷെ എന്നാലും ആഗ്രഹമുണ്ട്. പിന്നെ ആഗ്രഹം തീർക്കണമല്ലോ. അതിന് കുഞ്ഞു കുട്ടികളൊന്നുമില്ല തോന്നുന്നു. എത്ര വയസ്സ് മുതൽ അതിൽ കയറാൻ പറ്റുക അതൊന്നും അറിയണില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഒക്കെ ചെറുതായിട്ട് തോന്നണതെന്ന് മാത്രമേ. നമ്മൾ എന്താണ് 2-3 ഇവിടുന്ന് അങ്ങനത്തെ പോണത് കണ്ടു. ഒരു വണ്ടി തന്നെ തോന്നുന്നുണ്ട്. ട്രിപ്പുകളിങ്ങനെ ഘട്ടമായിട്ട് അടിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് തിരിച്ച് പോരുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ആളുകളൊക്കെ മഴക്കോൾ കണ്ടിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. പക്ഷേ ഞങ്ങൾ മനസ്സിൽ പറയുന്നുണ്ട് മഴ പെയ്യാതിരുന്നാൽ മതി എന്നുള്ള കാണാനുള്ള ആഗ്രഹം കൊണ്ട്. പിന്നെ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. നമ്മളെ കൂടെ ഉള്ള വലിയ ആൾക്കാരൊന്നുമില്ല. ഞാനാണ് പോയിട്ട് വലിയ, ഞങ്ങൾ 3 ഞാനല്ലേ വലിയ ആൾ. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് അഥവാ ഇത് പകുതിച്ച് മുറിഞ്ഞാലോ വല്ല വെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നാലോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നു അതിൻ്റെ അവസാനത്തിലെത്തി. അപ്പോൾ ഇങ്ങനെ പാറക്കെട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. കുട്ടികളൊക്കെ പാറമ്മ കയറിയത് കണ്ടിട്ട് റെയിനും പാറമ്മക്ക് കയറാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ വല്ലാതെ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഈ ഫസ്റ്റത്തെ പാറമ്മ മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങൾ കണ്ട് ഇറക്കി. എന്നിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പുറത്തുള്ള പാറമ്മിൻ്റെ കാൽ തട്ടിയില്ലല്ലോ, ഇത്രയും വരെ വന്നിട്ട് അങ്ങോട്ട് കറക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ. എൻ്റെ മനസ്സിലത്തെ പേടി എനിക്കല്ലേ അറിയുള്ളൂ. വെള്ളം പെട്ടെന്ന് എങ്ങാനും എവിടെയെങ്കിലും ഉരുൾപൊട്ടിയാലും മതി വെള്ളം വരാൻ. പിന്നെ അതേപോലെ ചാലയത്തിൻ്റെ ആ തല അങ്ങനെയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി പോകുമ്പോൾ ആ തലയിൽ പോകണം. ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പോകണം. പിന്നെ ഇവിടുത്തെ യാത്രകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന കാക്കമാർ പറയുന്നുണ്ട് നിങ്ങൾ കുട്ടീനെ ഇടുക്കി താത്താ ഒക്കെ അങ്ങനെ പറയുന്നുണ്ട്. കാരണം കുട്ടി ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എന്താണെന്നറിയില്ല ബുദ്ധിമുട്ടിരിക്കും. പക്ഷേ കുട്ടിക്ക് കൂടുതൽ നടക്കാനായിട്ട് ഇഷ്ടം. കുട്ടിക്ക് എന്താണ് നമ്മൾ എടുത്ത് കൊണ്ടുവരുന്നതിനേക്കാളും ഇഷ്ടം നടന്ന് പോരാനാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അവിടെ നല്ല അടിപൊളി ഫോട്ടോഗ്രാഫർമാർ വന്നിട്ട് അങ്ങനെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ലേ ഫോട്ടോഷൂട്ടുകളെ ഓരോരോ അങ്ങനത്തെ രീതിയിൽ ഫോട്ടോ എടുക്കണവരൊക്കെ കണ്ടിട്ടോ. അങ്ങനെ നിന്നിട്ടും ഇങ്ങനെ നിന്നിട്ടൊക്കെ നല്ല സ്റ്റൈലായിട്ട് എന്താണ് അങ്ങനെ ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ അവിടെ നോക്കി നിന്ന് ഓരോ പല രീതിയിൽ ഫോട്ടോ എടുക്കാനുണ്ടോ. പക്ഷെ അതൊന്നും നമ്മളാളുകളല്ല, അവരൊക്കെ വേറെ എന്തൊക്കെയോ സംസാരിക്കണം, നമുക്ക് തിരിയണേ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കഴിഞ്ഞാണ്ട് ഇങ്ങനെ പോരുമ്പോൾ ഒരു വണ്ടിയിൽ 2 താത്തന്മാരും ഒരു ചെറിയൊരു കുട്ടി ഒരു കാക്കയുണ്ട് കേട്ടോ. അവർക്ക് കണ്ണ് കാണാൻ വയ്യാത്തതാണ്. അപ്പോൾ അവർ സഹായം തേടിയിട്ട് അവിടെ നിൽക്കുന്നത്. നമ്മൾ ഇത്രയും ആളുകൾ വരികയല്ലേ, ഓരോരുത്തരും ഒരു 10 കൊടുത്താലും അത്യാവശ്യം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ള ഒരു ഫുഡായി. ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ഇവിടെ എത്ര ആൾ വരുന്നുണ്ട്. അപ്പോൾ അവരാണിത്. ചാലയത്ത് ബേപ്പൂരിൽ നിന്നും ഞങ്ങൾ തിരിച്ച് കോഴിക്കോട് ബീച്ചിലേക്ക് വരികയാണ്. പക്ഷേ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വണ്ടി നിർത്താനൊരു സ്ഥലമില്ല. എന്നിട്ട് ഒടുങ്ങിയ അറ്റത്ത് വന്നിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അങ്ങനെ വണ്ടി പാർക്കിങ്ങിൽ അവിടെ നിന്ന് വണ്ടി പോവലും അവിടെ ഞങ്ങൾ അപ്പുറം ഇങ്ങനെ സ്ഥലം നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കാർ പോയപ്പോൾ അവിടെ ഞങ്ങൾ വാഹനം നിർത്തിയിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ ഒരു ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയ ഒരു സമയമായിട്ടുണ്ട്.
എന്നാലും സൂര്യാസ്തമിക്കണേ മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ലൊരു അടിപൊളി ആൽമരമുണ്ട് കേട്ടോ. ആൽമരത്തിൽ ആടാൻ പറഞ്ഞിട്ട് ഈ കുട്ടികൾക്കൊന്നും അതിലാടാനുള്ള ഒരു ഇതില്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് ടോയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതൊന്നും നമ്മൾ നൂനിന് ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു ഇഷ്ടം തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തേനൊക്കെ. പക്ഷേ റെയ്യു ഇതൊക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നു. റെയ്യു പറഞ്ഞിരുന്നു എന്താണ് പട്ടം അതാ പറന്നു പോകണു എന്നൊക്കെ പറയുന്നുണ്ട്. പട്ടത്തിനോടൊക്കെ ഭയങ്കര ഇത് തോന്നുന്നുണ്ട്. പിന്നെ നൂനു അങ്ങോട്ട് വെള്ളത്തേക്ക് പോകാന്നുള്ള ഒരു ഇതിൽ, പക്ഷെ വെള്ളത്തേക്ക് ഇറങ്ങുക വെള്ളം ചവിട്ടുക ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത്രയൊക്കെ എല്ലാ ബീച്ചിലും പോയാലും ഞങ്ങൾ എവിടുന്നും വെള്ളമൊന്നും മേത്തും കാലും മേലൊന്നും ആക്കാതെ ഞങ്ങൾ പോന്നു. ഞങ്ങളെപ്പോലെ കടലിൽ പോയിട്ട് കാല് നനയാതെ പോരുന്നത് കടലിൽ പോയിട്ട് കാല് നനയാതെ പോരുന്നത് ഒരു രസമുള്ള കാര്യമല്ല എന്ന് ഞാൻ പല ഷോർട്സിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നനയാതെയാണ് ഇത്രയും കാലം പോയിട്ട് ഒരു പ്രാവശ്യത്തിൽ നനഞ്ഞു പോന്നിട്ടുള്ളൂ. ആ നനഞ്ഞു പോകുന്നത് തന്നെ ഞങ്ങൾ ഒരുപാട് അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ സന്തോഷവും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ഇതിൽ ഒരുപാട് വീഡിയോ മിസ്സായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരോടും സോറി പറയുകയാണ്. ഓക്കെ, ടാറ്റ. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒട്ടും മറക്കല്ലേ.